ഹലോ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? വരൂ. കുഞ്ഞിക്കാതറിന്റെ ആരാണെന്ന് പറഞ്ഞേ? വളരെ അടുത്ത സുഹൃത്താ. എന്റെ പേര് വേലായുധൻകുട്ടി. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ? അയ്യോ, ഒന്നിച്ചെന്നല്ല, ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഒരു ചായക്ക് പറ. അയ്യോ, ചായ ഒന്നും വേണ്ട, നീ പോയിട്ട് വാ. കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ വേണ്ടായിരുന്നു. സാറല്ലേ ഒരു ചായ അല്ലേ? അതെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. വലിയ ഉപകാരം. പഴനിയില് സ്ഥിരതാമസമാണോ? ഇപ്പോഴല്ല, പക്ഷെ സ്ഥിരതാമസമാക്കാനാ പരിപാടി. അതാ നല്ലത്. നല്ല ബിസിനസ് അല്ലേ, തഴച്ചു വളരും. ഞാൻ வேலாயுதன். நான் தான் இன்ஸ்பெக்டர் அழகப்பன். எனக்கு ஒரே ஒரு வேலாயுதனை மட்டும்தான் தெரியும். சாட்சாத் பழனி ஆண்டவன். அவருக்கு மேல இந்த பழனியில யாரா இன்னொரு வேலாயுதம்? ഒരു പക്ഷേ ഞാനായിരിക്കും സാർ. സാർ സാർ എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ കള്ളല്ല സാർ. ഞാൻ പണി അന്വേഷിച്ചു വന്നത് സാർ. എന്നെ ഒന്നും ചെയ്ത് സാർ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കൂ. സൂപ്പർവൈസറായ കുഞ്ഞിക്കാരൻ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാതർ അനക്കത് തലക്ക് സുഖല്ലേ? എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ. നീ നാട്ടിനെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു കുഞ്ഞിക്കാതർ, നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടാ പായ, എനിക്ക് പോക്കറ്റടി അല്ലേ പണി. അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്. അപ്പൊ നാട്ടില് മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണെന്നാണല്ലോ. അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ. അത് ഓരോരുത്തരുടെ പോക്കറ്റ് കിടക്കും. ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും. നാട്ടിൽ നിന്ന് കുറ്റം പൊരിച്ച് പോകുന്നതാണല്ലോ എന്നെ അന്വേഷിച്ച്. അവസാനം പോലീസും പിടിച്ച്. ഏതായാലും തമ്മ കാണാനായല്ലോ. എന്റെ കുഞ്ഞിക്കാതറേ, സാറൊരു വീഡിയോ എനിക്കല്ല ഇവനക്കാ ചോദിക്കാൻ മടിയായിട്ടാ. അയ്യോ, வாய மூடிட்டு உட்காருங்கடா. ഒക്കെ ഒരു ജാതി അലവലാദികളാ. നീ അത് കാര്യാക്കണ്ട. ഇടിക്കുവോ? ഉറപ്പിച്ചൂടാ, ചെലപ്പടിച്ചൂടായില്ല. നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കിടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിന്ന് ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? வாடா. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ. ഞാനിവിടെ ഉണ്ട്. சீக்கிரம் வாடா அண்ணா. என்னடா இங்க கலாட்டா? அந்த பாவத்தை தொந்தரவு பண்ணாத சார். அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம். ஆமா, போன வாரம் நீ ஏன்டா கமிஷன் கொண்டு வரல? സാർ, ഇപ്പൊ പോക്കറ്റ് അടിച്ചാ കിട്ടുന്നത് എടുക്കാത്ത ലോട്ടറി ടിക്കറ്റാ. ഇതിൽ എന്ത് കമ്മീഷൻ തരാനാ? ഇപ്പൊ എന്നെ വിട്ടിടുങ്കോ. മധുര ടൂറിസ്റ്റ് ബസ് 4 എണ്ണം വരുന്ന ടൈമായി. സാർ എന്നെ വിട്ടാ എനക്കേതാവത് കിടക്കും. എനക്കേതാവത് കിടച്ചാ 50-50. ஒரு குடம் தான் நான் புளியம்மா.
നീ ധൈര്യമായിട്ട് പോ. നിന്നെ വിളിക്കുന്നത് പഴനിയാണ്ടവനാടാ. എന്നെ വിളിച്ച് ഇൻസ്പെക്ടർ അഴകപ്പനാ. അടിക്കാനും ഇടിക്കാനും പിന്നെ പോക്കറ്റ് അടിക്കാരെന്ന് പറയാനും. പോക്കറ്റ് അടിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയം പിന്നെ ആരാ പോക്കറ്റ് അടിച്ചേ? പിന്നെ നീ ഹൃദയം പോക്കറ്റിലിട്ടോണ്ടല്ലേ നടക്കുന്നത്. പോടി. யோ உனக்கு என்ன பைத்தியமா? என் புருஷன் கூட என்ன இப்படி சொன்னதில்ல. போடியா. வந்துட்டானுங்க சாமி கும்பிட. மூஞ்சிய பாரு. அட வாக்கா நீ. வாடி போலாம். വിശന്നിട്ട് വയ്യല്ലോ ഭവാനി. കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല. ഏതായാലും പോക്കറ്റ് അടിക്കാരെന്നുള്ള പേര് കേട്ടു. എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ? പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ, ആരറിയാനാ? നോട്ടുകെട്ടുകളാന്നാ തോന്നുന്നു. ആ പാവം വല്ല ബാങ്കിലേക്കും പോയിരുന്നിരിക്കും. മുരുക, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ. എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചുപോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം. சீக்கிரம் முட்டை அடிப்பா. சீக்கிரம். തന്റെ മോനോട് ഒരു കത്തി വാങ്ങിപ്പോയി ചെരക്കാൻ പറ. വെറ്റുവേൽ മുരുകനുക്ക്, വീരവേൽ മുരുകനുക്ക്, ശക്തിവേൽ മുരുകനുക്ക്, தென்பழி ஆண்டவனுக்கு, வெற்றிவேல் முருகனுக்கு, வழிபாடா? ஆமா. வீரவேல் முருகனுக்கு. முருகா. தாதா, அப்படி ஆளு எப்படி இருப்பாரு? அந்த ஆള് രൂപം അങ്ങനെ അത്ര പെട്ടെന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നീ വണ്ടി വിട്, ഞാൻ നോക്കിക്കോളാം. பழனியில இந்த முருகன் கண்ணுக்கு தெரியாம எங்கேயும் போயிட முடியாது. தைரியமா இருங்க, கண்டுபிடிச்சிடலாம். അയ്യ മുടിക്കല്ലാക്ക, ഞാൻ മുടിച്ചോളി. വേറെ വണ്ടി കിട്ടാ മതി. ஹோய் ஹோய். எப்படி உண்டு சார்? ரொம்ப நல்லா இருக்கு. நீங்க தான் சரியான பார்பர். ஹோய் ஹோய். ஓரா ஓரா.
മുറുക വണ്ടി എടുത്ത് ആള് പാത്താച്ചി നിർത്തി. ഇതെന്താണ്ടത്? പുതിയ അവതാരമാ. വേൽമുരുകൻ വേലായുധൻകുട്ടി. വേലായുധൻകുട്ടിയുടെ ബാർബറ അവതാരം. തരക്കേടില്ല, ഏതായാലും ഒരു കൈത്തൊഴിലായല്ലോ. അയ്യോ നീങ്ക ഫാനാ? അതേടാ അതെ. ഈ ദുഷ്ടൻ കാരണം ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. ആ ഇൻസ്പെക്ടറിന്റെ എല്ലാം പിടിച്ചു പറിച്ചു. എന്റെ 5000 രൂപയാണ് കൊണ്ടുപോയി. ഐസി അവരെടുത്തോ? நீங்க கஞ்சி காதரு குஞ்சி காதருன்னு சொன்னா எனக்கு என்ன புரியும்? இவரு வந்து இந்த ஊருக்கு தாதா அப்படின்னு சொன்னா தாருங்களா எனக்கு புரியும். വിടു മുരുക, അതെപ്പടി ഇവർക്ക് തെരിയും? നീ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞത്? ദാദ. ഈ പഴനിയിലൊരു ദാദ. അതൊന്നും നീ കാര്യാക്കണ്ട. അല്ല, നീ മുടി വെട്ടിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കുണ്ടോ? ആദ്യത്തെ 5 തല ശരിക്കും മുറിഞ്ഞു. എന്താ ചോര? എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഇത്തിരി പൗഡർ വാരി പൊത്തി. അല്ല എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക. പെറുക്കണം മുരുക.